എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികയും നായകനെയുമാണ് കേട്ടോ. നായകനാണെങ്കിൽ എന്തോ ഒരു സാധനം ഡെലിവർ ചെയ്യാൻ വേണ്ടി നായികയുടെ വീട്ടിലോട്ട് പോവുകയാണ്. നായികയാണെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനം വാങ്ങുകയാണ് കേട്ടോ. എന്തായിരിക്കും അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, നായികയ്ക്ക് ഈ അടുത്ത് ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് ഡ്രസ്സൊക്കെ വാങ്ങിക്കണേ. കുറേയൊക്കെ വാങ്ങി കൂട്ടുന്നുണ്ടല്ലോ, എന്താ പരിപാടി? അല്ല, ആ കല്യാണത്തിൽ കുറേ പേര് വരുന്നതാണ്. അപ്പം നല്ല രീതിക്ക് പോയില്ലെങ്കിൽ വളരെയധികം മോശമാണല്ലോ, നമ്മുടെ സ്റ്റാറ്റസിനല്ലേ ബാധിക്കുന്നതെന്ന് നമ്മുടെ നായിക പറയുകയാണ്. ഓക്കെ ഓക്കെ നടക്കട്ടെ. അങ്ങനെ വീണ്ടും നമ്മുടെ നായകൻ വരികയാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിനക്ക് വീണ്ടും ഡെലിവറി ഉണ്ടല്ലോ, ഇത് കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. വീണ്ടും വീണ്ടും ഓരോ ദിവസം ഓരോ സാധനങ്ങൾ വരികയാണ്. അല്ലാണ്ട് ഇത്ര പേര് സാധനം നീ എവിടെ നിന്ന് ഓർഡർ ചെയ്ത്? അതൊന്നുമല്ല, എൻ്റെ കുറച്ച് ഐറ്റംസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു കല്യാണം ഉള്ളതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കൂട്ടുന്നതാണ്. ഓക്കെ ഓക്കെ വേഗം വാങ്ങിക്കോ. അങ്ങനെ ഓരോ ഡ്രസ്സ് അവളിങ്ങനെ മാറ്റി മാറ്റി ഇട്ട് നോക്കുകയാണ് കേട്ടോ. അയ്യോ, ഇവൾക്ക് എന്താ വട്ടാണോ എന്നിങ്ങനെ ചിന്തിക്കുന്നു നമ്മുടെ നായകനെങ്കിലും. നായകൻ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല, അവൻ്റെ മനസ്സിൽ മാത്രമുണ്ട് അവൻ പറയുന്നുള്ളൂ. അങ്ങനെ നല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വാവ് അടിപൊളി നല്ല സുന്ദരിയായിട്ട് അവൾ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നായകനൊരു മുട്ടം പണി കൊണ്ടാണെങ്കിൽ വരുന്നത് കേട്ടോ. മുട്ടം പണി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നായകൻ നമ്മുടെ നായികയോട് പറയുകയാണ്, എടി നീ എന്തായാലും കല്യാണത്തിലല്ലേ പോകുന്നത്, ഞങ്ങൾ 3 പേരെയും കൂടിയും ഒന്ന് ഇറക്കും, അതായത് മുത്തശ്ശിമാർ 3 പേര്. അപ്പോൾ ഫസ്റ്റേക്ക് അവൾ വേണ്ടേ, എനിക്ക് താല്പര്യമില്ല. അപ്പം തന്നെ നമ്മുടെ നായികയെ പറയുകയാണ്, ഓക്കെ അവർ സമ്മതിച്ച് മുത്തശ്ശി ബാക്കി ഇറക്കണം പറയുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ കുറേ അതായത് മുത്തശ്ശിമാരെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ട് അകത്തോട്ട് കയറ്റുകയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ നായികയ്ക്ക് യാതൊരു താല്പര്യമില്ല അവരെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ടോ, പക്ഷേ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോണ വഴിക്ക് അവർ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. എടി നമുക്ക് ഈ കാറ് കിട്ടിയത് അടിപൊളിയായില്ലേ. അങ്ങനെ ആ ഒരു സാധനം എടുത്ത് നമ്മുടെ നായികയുടെ വായി കുത്തി കയറ്റുകയാണ്. പക്ഷേ നമ്മുടെ നായകന് താല്പര്യമൊന്നുമില്ല. ഇതേ സമയത്ത് ഒരു മുത്തശ്ശിയുടെ പല്ല് ഭയങ്കര വേനെടുക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വേറൊരു മുത്തശ്ശി പറയുകയാണ്, എടി നിൻ്റെ അടുത്ത് എത്ര ദിവസമായി ഞാൻ പറയുന്നത് ആ കൊച്ചിൻ്റെ ക്ലിനിക്കിലൊന്ന് പോകാൻ വേണ്ടി, ആ കൊച്ച് നല്ല രീതിക്ക് നിനക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്, ഭയങ്കര വില കുറച്ചൊക്കെ ചെയ്തു തരുമെന്ന് പറയുമ്പോൾ അതും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അല്ല വില കുറച്ച് അതൊക്കെ എങ്ങനെ, എന്നാലും മുത്തശ്ശി വാ ഞാൻ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്തു തരാമെന്ന് നമ്മുടെ നായിക പറയുകയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഞാൻ വരാമെന്ന് പറയുകയാണ് നമ്മുടെ നായികയോട് നമ്മുടെ ഇത്. അങ്ങനെ പെട്ടെന്ന് ഒരു കാറ് ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കുഴിക്കുകയാണ് നമ്മുടെ നായിക. അവൻ എന്തോടെ കാണിക്കണത്, അവനിക്ക് വേറെ വട്ടാണോ, അവനിക്ക് നോക്കി കാർ ഓടിച്ചൂടെ? ഇതേ സമയത്ത് ഒരു മുത്തശ്ശി എൻ്റെ അമ്മച്ചേ എന്ന് പറഞ്ഞ് നേരെ ഫ്രണ്ടിലോട്ട് വരികയാണ് കേട്ടോ. അമ്മച്ചി പിടിച്ചിരിക്കുക. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ താഴ്ത്ത് പോവുകയാണ്. നമ്മുടെ നായിക ശരിക്കും ദേഷ്യം വരികയാണ്. അവൻ കാറും വട്ടം വെച്ച്, എടോ തനിക്കെന്താ വട്ടാണോടോ, താൻ എന്താ കാണിക്കുക, തനിക്ക് മര്യാദ കൂടിയും വണ്ടി അങ്ങനെ ഇടിച്ചിരുന്നെങ്കിലോ? അല്ല വണ്ടി ഇടിച്ചില്ലല്ലോ, പിന്നെ നീ കിടന്നിങ്ങനെ ഷോ കാണിക്കുന്നു. അപ്പോൾ തന്നെ ഒരു മുത്തശ്ശി അവിടെ നിന്ന്, എടാ നീ എൻ്റെ മോളെ വണ്ടി വന്ന് കുത്തൂല, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്ടോ നമ്മുടെ ആ മുത്തശ്ശി. ഒന്ന് പോയടി കിളവികളെ, എനിക്ക് വേറെ പണിയുണ്ട്, നിന്നെയൊക്കെ വട്ടാണെന്ന് പറഞ്ഞു അവൻ്റെ കാറെടുത്തുകൊണ്ട് നേരെ പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വീണ്ടും, എടാ നീ കാറെടുത്തിനും പോയല്ലേ, നിന്നെ എൻ്റെ കൈ കിട്ടിങ്ങനെ ഇടിച്ച് നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുകയാണ്. നിങ്ങൾക്ക് വട്ടല്ലേ, വീണ്ടും എൻ്റെ വോട്ടിലേക്ക് വന്നോ, ഒന്ന് പോടി വന്ന്, എനിക്ക് വേറെ പണി എന്ന് പറഞ്ഞാൽ അവൻ നേരെ ഗ്ലാസ് പൊക്കിയിട്ടുണ്ട്. അവൻ്റെ കാര്യം നോക്കി നേരെ പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ഒരു മുത്തശ്ശി പറയുകയാണ്, മക്കളെ വണ്ടി നിർത്ത്, എനിക്ക് മുട്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ അയ്യോ ഫുഡ് മൊത്തം താഴ്ത്ത് പോയല്ലോ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ ക്ലീൻ ആയിക്കോളാമെന്ന് നമ്മുടെ നായിക പറയുകയാണ്. അവൾക്ക് ശരിക്കും കലിപ്പുണ്ടെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നായകൻ ഡാഷ്ബോർഡൊക്കെ തുറന്ന് നോക്കിയാണ്. ഒരാളുടെ ഡാഷ്ബോർഡൊക്കെ തുറന്ന് നോക്കുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരെ ഒരു കല്യാണ ലെറ്ററൊക്കെ അതിൽ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിഠായി എടുത്തിട്ട് ചോദിക്കണം, മിഠായി വേണമെന്ന് ചോദിക്കും, വേണ്ടെന്ന് പറയുകയാണ് നമ്മുടെ നായിക. നീ എങ്ങടാ പോകുന്നത് ചോദിക്കുമ്പോൾ, എനിക്ക് അടുത്തൊരു കല്യാണമുണ്ട്. ഓഹോ നിനക്ക് കല്യാണമുണ്ടല്ലേ എന്ന് നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം ഓരോ കാലം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് കോമഡി നടക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, കാരണം നമ്മുടെ പ്രായമായ ആൾക്കാരാണല്ലോ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുട്ടുകയും ബാത്റൂമിൽ പോകാനൊക്കെ തോന്നുമല്ലോ. അതിന് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നടക്കാൻ പോകണം. മോളെ ഒന്ന് വണ്ടി നിർത്താം മോളെ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടാണ്, അയ്യോ എന്നൊക്കെ ഇങ്ങനെ. കാരണം അവൾക്ക് നേരത്തെ പോയാൽ മാത്രമല്ല, കാരണം അവൾക്ക് സമയം വഴിക്കാൻ പിന്നെ നടക്കില്ലല്ലോ കാര്യങ്ങളൊന്നും. അപ്പോൾ അവൾ പറയുകയാണ്, ഓക്കെ ഞാൻ സ്ഥലമൊക്കെ തരാമെന്ന് പറയുകയാണ്. അങ്ങനെ നേരെ ഒരു ബാത്റൂമിൽ പോയി മൂത്രം, പിന്നെ അത് സ്ഥിരമാവുകയാണ്. 5 മിനിറ്റ് ഓരോരുത്തർക്കിനും മൂത്രം ഒഴിക്കാൻ പോവുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ നായിക ശരിക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൾ ആകെ ദേഷ്യം വരികയാണ്, എൻ്റെ ദൈവമേ കല്യാണം ഇപ്പം തന്നെ സമയം ലേറ്റായി. അങ്ങനെ പറയുകയാണ്, എടി എന്നെ അവിടെ നിർത്തി, ആ ടെർമിനലിൻ്റെ അവിടെ നിർത്തിയേക്ക്, ഞാൻ അവിടെ ഇറങ്ങിക്കോളാമെന്ന് പറയുകയാണ് കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞ് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആ നായകൻ്റെ ഫോൺ അവൻ എടുക്കാണ്ട് അവിടെ
അവിടെ വെച്ച് മറന്നു പോകട്ടോ. ഇനി എന്ത് ചെയ്യാൻ, ഇത്ര സമയം വൈകി, ഇവരെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ഒരു സൈക്കാട്രിക് സ്ഥലത്തോട്ടാണ് നമ്മുടെ നായകൻ വന്നിരിക്കുന്നത്. എന്തിനായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നതെന്ന് നമുക്ക് പിന്നെ നോക്കാം. ഇതേ സമയത്ത് നമുക്ക് നായികയ്ക്കുള്ള കല്യാണം, അതായത് നമ്മുടെ ഹീറോയിൻ്റെ കല്യാണം ഉണ്ടായിരുന്നില്ല, കല്യാണത്തിലോട്ട് വരികയാണ്. അങ്ങനെ അവളുടെ കൊളീഗ്സൊക്കെ ഒരേ കാണാൻ സംസാരിക്കുകയാണ്. നീ ഒരു കുഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് ഒരു ക്ലിനിക്കൊക്കെ കിട്ടുന്ന അറിഞ്ഞല്ലോ, നേടി നിനക്കറിയാൻ പാടില്ല. നമ്മുടെ നായിക തിരിച്ചു ചോദിക്കുകയാണ്. ഇപ്പോൾ കുഗ്രാമത്തിലൊക്കെ ക്ലിനിക്ക് കിട്ടുന്ന ഭയങ്കര കാശാണ്, എനിക്ക് ഭയങ്കര കസ്റ്റമേഴ്സും ഭയങ്കര ക്ലയൻസൊക്കെയാണ് ഉള്ളത്, എനിക്ക് ഭയങ്കര നല്ല രീതിക്ക് ഞാൻ കാശ് വരുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് അവർ ആരും വേണ്ടില്ല, കാരണം നമ്മൾ നന്നാവുന്നത് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ആർക്കും സഹിക്കില്ലല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ തൊട്ടടുത്ത ബെല്ലൊക്കെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഞാൻ മര്യാദക്കൊന്ന് ജീവിച്ച് പൊക്കോട്ടെ, കാരണം എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലും ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോഴാണെങ്കിൽ നമ്മുടെ നായകനാണെങ്കിൽ അവിടെ വന്ന് നിൽക്കുകയായിരിക്കും കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ ഫോൺ അവൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ നായകനെ കാണുന്ന നായിക നീ എന്താ